السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും സ്നേഹനിധികളായ എൻ്റെ പ്രേക്ഷകരെ, സഹോദര സഹോദരിമാരെ, എൻ്റെ വാത്സല്യനിധികളായ വിദ്യാർത്ഥിനികളെ, ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം, ഇന്ന് നമ്മളിൽ ആഗതമായിരിക്കുന്ന ഈ ദുൽഹിജ്ജ 10 ദിവസം വളരെ വളരെ ശ്രേഷ്ഠതയും മഹത്വമുള്ള ഒരു ദിനരാത്രികളും പകലുമാണ് നമ്മളിൽ ആഗതമായിരിക്കുന്നത്. റബ്ബുൽ ഇസ്സത്ത് സത്യം ചെയ്ത് വിശേഷിപ്പിച്ച 10 ദിവസങ്ങൾ വൽ ഫജ്ർ വലയാലിൻ അശ്റാണ്. പൊട്ടിവിടരുന്ന പ്രഭാതത്വത്തിൻ്റെ സത്യം, അത് നിർമ്മിച്ച ഖാലിഖായ ഉടമസ്ഥനായ റബ്ബ് അതുകൊണ്ട് സത്യം ചെയ്യുകയാണ്. മനുഷ്യന്റെ ഗവേഷണ നിരീക്ഷണ പരിധിക്കപ്പുറത്തുള്ള ഒരു പ്രതിഭാസം, റബ്ബിന്റെ സൃഷ്ടിപ്പിന്റെ പ്രതിഭാസത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തു. 10 ദിനങ്ങളത്തിന്റെ സത്യം അതേതാണ്? ഈ ദുൽഹിജ്ജ 10 ദിവസങ്ങളാണ്. സുഹൃത്തുക്കളെ, നാം മനസ്സിലാക്കേണ്ടത്, ഒരുപാട് ഓഫറുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിവസങ്ങളിൽ വെച്ചിട്ടുണ്ട്. എന്നാൽ ചില ദിവസങ്ങൾക്കും ചില സമയങ്ങൾക്കും ചില വ്യക്തികൾക്കും ചിലതിനേക്കാൾ ചിലതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശ്രേഷ്ഠമാക്കി. കാലങ്ങൾ, സമയങ്ങൾ നമ്മൾക്ക് വിഭജിക്കാനോ നിർവചിക്കാനോ കഴിയാത്ത ഒരു പ്രതിഭാസമാണ്. അതുകൊണ്ട് നമ്മുടെ ഈ സുഖവും ആനന്ദവും ആഹ്ലാദവും എന്നെന്നും നിലനിൽക്കുക എന്നില്ല. ഇന്നത്തെ കൂട്ടുകാരും കൂടെ നിൽക്കുന്ന ആളുകളും നാളെ നമ്മോട് കൂടെ ഉണ്ടാകണം എന്നില്ല. ദുഃഖവും വ്യസനവും പ്രയാസവും നാളെ നമ്മളെ വേട്ടയാടണം എന്നില്ല. നമ്മുടെ ഓരോരുത്തരുടെയും ചിന്തയും നമ്മുടെ ആത്മാർത്ഥമായ വിശ്വാസവുമാണ് നമ്മെ നന്മയിലേക്ക് നയിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ സത്യം ചെയ്തു പറഞ്ഞ ഈ മഹത്തായ ദിനരാത്രികൾ എത്രയോ ശ്രേഷ്ഠതയും മഹത്വവും നിറഞ്ഞതാണ്. ഖൈറു ദുആഇ യൗമി അറഫ എന്ന് കാണാം. ദുആയിൽ വെച്ച് ഏറ്റവും ഖൈറായത് അറഫ ദിനത്തിലെ ആ ദുആയാണ്, പ്രാർത്ഥനയാണ്. അതേ ഹദീസിൽ കാണാം, وخير ما قلت أنا والنبيون من قبلي لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. വളരെ പ്രസിദ്ധമായ ഒരു വചനമാണ്, ഒരു പ്രാർത്ഥനയാണ്, ഒരു ദുആയാണ്, എല്ലാം ഉൾപ്പെടുന്നതാണ്. ലോകത്ത് വന്ന സകലത്തിലെ അംബിയാ മുർസലുകളും ഇത് പറഞ്ഞു. അത് പറഞ്ഞതിൽ ഏറ്റവും ശ്രേഷ്ഠമായതും ആണ് എന്നുള്ളതാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ നാം പറഞ്ഞല്ലോ, നമ്മൾക്ക് വിഭജിക്കാനോ നമ്മൾക്ക് അളക്കാനോ തൂക്കാനോ കണക്കാക്കാനോ പറ്റാത്ത ഒന്നാണ് സമാൻ. അതുകൊണ്ട് തന്നെ ഫജ്റിനെ സംബന്ധിച്ച് അല്ലാഹു തആല സത്യം ചെയ്തു. അങ്ങനെ ഈ 10 ദിവസങ്ങളിൽ നമ്മൾ അല്ലാഹുവിൻ്റെ ദർബാറിലേക്ക് കൈയുയർത്തി ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായും റബ്ബുൽ ഇസ്സത്ത് ഉത്തരം നൽകുക തന്നെ ചെയ്യും. എന്നാൽ അറഫ ദിനത്തിലുള്ള നോമ്പ്, മൻ സാമ യൗമ അറഫ ഗഫറല്ലാഹു ലഹു സനതൈൻ മാ തഖദ്ദമ വമാ തഅഖർ. വല്ലാത്തൊരു ഓഫറാണ് ഈ കിട്ടിയിരിക്കുന്നത്. സുഹൃത്തുക്കളെ, അറഫ ദിനം ഒരാൾ നോമ്പ് നോറ്റാൽ 2 കൊല്ലത്തെ പാപങ്ങളെ അല്ലാഹു തആല പുറത്തു കൊടുക്കും. ചെറുദോഷങ്ങളെ അല്ലാഹു തആല മായ്ച്ചു കളയും, അല്ലാഹു തആല പുറത്തു കൊടുക്കും. അപ്പം വരാനിരിക്കുന്ന കാലത്തെയും കഴിഞ്ഞു പോയ കാലത്തെയും പാപങ്ങളെ റബ്ബുൽ ഇസ്സത്ത് പുറത്തു കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ ഈ നോമ്പിനൊരു പ്രത്യേകത ഉണ്ട്. അതിൽ ലോകമാന്യം ഉണ്ടാകുകയില്ല. ഒരാൾ എൻ്റെ നോമ്പ് കാണട്ടെ എന്ന് വിചാരിച്ച് ആരും നോമ്പ് നോൽക്കാറില്ല. തന്നെയല്ല, അതിൻ്റെ പ്രതിഫലം, അതിൻ്റെ കൂലി റബ്ബുൽ ഇസ്സത്ത് അല്ലാതെ മറ്റാരും കണക്കാക്കുകയില്ല എന്നതാണ്.
അതുകൊണ്ട് തന്നെ അല്ലാഹു തആല പറഞ്ഞത് ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയുനി ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. ഫലാ തഅലമു നഫ്സുൻ, ഒരൊറ്റ നഫ്സിനും അറിയുകയില്ല. ഇന്ന് നമ്മൾക്ക് ആർക്കും അറിയുകയില്ല, കഴിഞ്ഞു പോയ യുഗത്തിലുള്ള ആളുകൾക്ക് മനസ്സിലായിട്ടില്ല, വരാനിരിക്കുന്ന യുഗത്തിൽ ജനിക്കുന്ന മനുഷ്യർക്കും മനസ്സിലായിട്ടില്ല, ഒരാളുടെ ഹൃദയം കൊണ്ട് ചിന്തിച്ചിട്ടില്ല. ഫലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയുനി ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. അവന്റെ കുളിർമയേകുന്ന, അവന്റെ കണ്ണുകളും മനസ്സുകളും കുളിർമയേകുന്ന ആനന്ദത്തിൽ ആറാടുന്ന അവനുള്ള പ്രതിഫലം എന്താണ് അല്ലാഹു തആല മറച്ചു വെച്ചത്? മാ ഉഖ്ഫിയ ലഹും, അവർക്ക് വേണ്ടി മറക്കപ്പെട്ടത് എന്താണെന്ന് ഒരാൾക്കും അറിയില്ല. അവന്റെ കുളിർമയേക, മനസ്സിന് റാഹത്തും സന്തോഷവും ആനന്ദം. ബിമാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതായ കാരണം കൊണ്ട്. ഇത്രമാത്രം ശ്രേഷ്ഠത നോമ്പിനുണ്ട്. ആ നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയൊക്കെ അല്ലാഹു തആല സ്വീകരിക്കും. ഖൈറു ദുആഇ ദുആഇ യൗമിൽ അറഫാന. ഈ അറഫ എന്ന് പേര് വെക്കാൻ കാരണം 2-3-4 കാരണങ്ങൾ പറയേണ്ട മഹാന്മാർ. ഒന്ന്, ആദം ഹവ്വ ദമ്പതിമാരെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷം ഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞുകൊണ്ട് അറഫയിൽ വെച്ചുകൊണ്ടാണ് അവർ പരസ്പരം കണ്ടുമുട്ടിയത്. അറഫ എന്ന് പറഞ്ഞാൽ അറിഞ്ഞു എന്നാണ്. അപ്പൊ അറിഞ്ഞ ആ ഒരു സ്ഥലത്തിന് അതുമായി ബന്ധപ്പെട്ട ഒരു പേരാണ്. തന്നെയല്ല, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഹജ്ജിന്റെ രൂപം ചേലും പോലൊക്കെ കാണിച്ചു കൊടുത്തിട്ട് നിനക്ക് മനസ്സിലായോ, നിനക്ക് അറിഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ ജിബ്രീൽ ഇസ്ലാമിനോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, അറഫ്തു, ഞാൻ അറിഞ്ഞു, എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ അതുകൊണ്ട് അവിടെ അറഫ എന്ന് പേരിച്ചു. എങ്ങനെയായാലും അവിടെ ആ ദിനത്തിനും ആ സ്ഥലത്തിനും ആ സമയത്തിനും വളരെ ശ്രേഷ്ഠതയും മഹത്വമുണ്ട്. അപ്പൊ നമുക്ക് അവിടേക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിലും ആ ദിവസത്തെ വൃദ്ധമനുഷ്ഠിച്ച് ഹജ്ജിമാരല്ലാത്ത ആളുകൾക്ക് അത് പ്രത്യേക സുന്നത്തുള്ള കാര്യമാണ്. അത് നമ്മൾക്ക് അനുഷ്ഠിക്കാവുന്നതാണ്. ഒരുപാട് പ്രതിഫലമുള്ളത്. സുഹൃത്തുക്കളെ, ഈ 10 ദിവസം ഓഫറുകളുടെ പെരുമഴയാണ് അല്ലാഹു തആല നൽകിയിരിക്കുന്നത്. നമ്മൾ രാത്രി നട്ടപ്പാതിരായിൽ നിന്ന് എഴുന്നേറ്റ് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. ഈ ദിവസങ്ങൾ മുഴുവനും ശേഷിക്കുന്ന ശിഷ്ടം വരുന്ന ദിവസങ്ങൾ മുഴുവനും അതിന് വേണ്ടി നമ്മൾ ഒരുക്കി വെക്കുക. ഇന്നുള്ള ആരോഗ്യം, ഇന്നുള്ള സന്തോഷം, ഇന്നുള്ള ആനന്ദം, ഇന്നുള്ള മാനസികമായ നില നാളെ നമ്മളെ തേടി നിൽക്കുന്നില്ല, ഉറപ്പാണ്. അതുപോലെ ഇന്ന് വലിയ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും മാനസിക തിടുക്കങ്ങളുണ്ടെങ്കിൽ ആ തിടുക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ റബ്ബിന്റെ ദർബാറിലേക്ക് കൈയുയർത്തിക്കൊണ്ട് ചോദിക്കാനുള്ള ഒരു അവസരമാണ്. അത് നമ്മളെ എന്നെന്നും വേട്ടയാടുക എന്നില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നമ്മൾ ഏറ്റവും അടുക്കാവുന്ന എന്തെല്ലാം നമ്മൾക്ക് ഹൈറായ കാര്യങ്ങളുണ്ടോ അതെല്ലാം നമ്മൾക്ക് പ്രവർത്തിക്കാനുള്ള അവസരമാണിത്. അതുപോലെ തന്നെ ഉളഹിയ്യത്തിന്റെ കാര്യം എല്ലാവരും പ്രത്യേകമായി കൊണ്ട് ശ്രദ്ധിക്കേണ്ടതാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബികബ്സൈനി അംലഹൈൻ, 2 മുട്ടനാടുകളെ അല്ലാഹുവിന്റെ റസൂൽ അറുത്തിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഹാദാ ഹന്നി വഅമ്മൽ ലൻ യദഹ മിൻ ഉമ്മത്തി. ഒന്ന് എനിക്കുള്ള വേണ്ടിയിട്ടാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയാൻ അറുത്തിട്ടുണ്ട്. പക്ഷെ ഈ ഒരു ആദ്യത്തിൽ ഇങ്ങനെ കാണാം. ഒന്ന് എനിക്ക് വേണ്ടി, മറ്റൊന്ന് എന്റെ സമുദായത്തിൽ അറുക്കാൻ കഴിയാത്ത പട്ടിണി പാവങ്ങളും പരാജിതരും ഫക്കീർമാര് ദരിദ്രന്മാര് അങ്ങേയറ്റത്തെ ആഗ്രഹമുള്ള ആളുകളുണ്ടാവും. ഇത് അവർക്ക് വേണ്ടിയുള്ളതാണ്. 2 എടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞെന്താ? ഒന്ന് എനിക്കുള്ളതാണ്, ഒന്ന് എന്റെ സമുദായത്തിൽ അറുക്കാൻ കഴിയാത്ത, ഉറഹയ്യത്തിന് കഴിയാത്ത ആളുകൾക്ക് വേണ്ടിയുള്ളതാണ്. അപ്പൊ അതും എന്തെല്ലാം സൽക്രമങ്ങളുണ്ടോ, എന്തെല്ലാം നമ്മൾക്ക് ചെയ്യാൻ കഴിയുമോ അതൊക്കെ നമ്മൾ ഈ ഒരു 10 ദിവസത്തിന്റെ ഇടയിലായിക്കൊണ്ട് ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖാലിഖായ ഉടമസ്ഥനാണ്. ഈ ദുനിയാവ് എന്നും ഇവിടെ നിലനിൽക്കുകയില്ല. അതുകൊണ്ട് അസ്മാഉൽ ഹുസ്ന പോലത്തെ, അതുപോലെ തന്നെ ഇസ്മുൽ ആദം പോലത്തെ
ദ്വാകളെ കൊണ്ടൊക്കെ നമ്മൾ മുന്നിൽ നിർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ അംബിയ ഔലിയ സ്വാലിഹ്യങ്ങളായ ശുദ്ധിഹ്യങ്ങളായ ആളുകളെ കൊണ്ട് തവസ്സുല് ചെയ്യുക. ഇതൊക്കെ ഇതിൽ നമ്മൾക്ക് മഹത്തായ പ്രതിഫലവും കിട്ടുന്ന ഒരു കാര്യമാണ്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ബിഅന്ന ലകൽ ഹംദ ലാ ഇലാഹ ഇല്ലാ അൻത അൽ മന്നാനു ബദിഉസ് സമാവാതി വൽ അർദ് യാ ദൽ ജലാലി വൽ ഇക്റാമി യാ ഹയ്യ് യാ ഖയ്യൂം. ഇത് ഇസ്മുൽ അഅ്ളമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. നമ്മൾ ആദ്യം ഹംദ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് നമ്മളുടെ ആവശ്യങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ വെച്ചാൽ തീർച്ചയായും റബ്ബുൽ ഇസ്സത്ത് അതിന് ഉത്തരം നൽകുക തന്നെ ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സ്വീകരിക്കട്ടെ. നാളെ നമ്മളിൽ നിന്ന് വന്നു പോയ ചെറുതും വലുതുമായി എല്ലാ പാപങ്ങളും റബ്ബുൽ ഇസ്സത്ത് ഈ ദിവസങ്ങളുടെ ശ്രേഷ്ഠത കൊണ്ട് മഹത്വം കൊണ്ട് നമ്മൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരട്ടെ. അള്ളാഹുവിൻ്റെ ദർബാറിലേക്ക് കൈ ഉയർത്തി നമ്മൾക്ക് എല്ലാവർക്കും ചോദിക്കാം, അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും നീ പുറത്തു തരണേ റഹ്മാനെ. റഹ്മാനെ, ഞങ്ങളുടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാൻ അവർ നിരവധി ആളുകളുണ്ട്. അവരുടെ ഓരോരുത്തരുടെയും ഹസ്ബും നസ്ബൊക്കെ അറിയുന്നതിനാഥ അവരുടെയും ഞങ്ങളുടെയും സകലത്ര ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിച്ച് തരണേ തമ്പുരാനെ. പ്രയാസത്തിലാക്കല തമ്പുരാനെ, ന്യായമത്ത് നൽകണേ തമ്പുരാനെ. ഒരു കാലത്തും ഞെക്കമത്തിലാക്കല്ല റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ മരിക്കുന്ന സന്ദർഭത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്ന പൂർണ്ണ മുഅ്മിനീങ്ങളായി മരിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. അതാണ് ഏറ്റവും ലാസ്റ്റ് ഫൈനൽ. എത്ര ഇബാദത്തെടുത്താലും മരിക്കുന്ന സന്ദർഭത്തിലാണ് ഒരു മനുഷ്യൻ്റെ ഈമാൻ നിർണായകമാകുന്നത്. അതുകൊണ്ട് ആ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക്, ഞങ്ങളുടെ ബന്ധപ്പെട്ട കൂട്ടുകുടുംബാദികൾക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്ക് നീ വസാരമായി നൽകണേ റഹ്മാനെ. ഇബാദത്ത് കൊണ്ട് ഞങ്ങൾ ധന്യമാക്കിയ ഞങ്ങൾ അവകാശം കൊള്ളുന്നില്ല, ഞങ്ങൾ അതിൽ അവകാശം കൊള്ളുന്നില്ല. ഞങ്ങളുടെ ഇബാദത്ത് കുറഞ്ഞവരാണ്, അമല് കുറഞ്ഞവരാണ്. ഞങ്ങളുടെ ഈമാൻ വളരെ ദഈഫാണ്, ബലഹീനമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഈമാനെ ഖൽബ് നിന്റെ ഈമാൻ കൊണ്ട് പ്രകാശിപ്പിക്കണേ റഹ്മാനെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.